കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും UDF സർക്കാരിനും കൂടുതൽ ഊർജ്ജവും ഗതിവേഗവും പകരാൻ പുതിയ KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിനായുള്ള നിർണായക ചർച്ചകൾക്ക് ഡൽഹിയിൽ തുടക്കമായി. പാർട്ടിയെയും ഭരണത്തെയും ഒരുമിച്ച് അതിശക്തമായി മുന്നോട്ട് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് AICC നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുമിച്ച് മുന്നേറുന്നത്. ഇതിന്റെ ഭാഗമായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുമായി ചർച്ചകൾ നടത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലെത്തി. എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ KPCC തലപ്പത്തെത്തിക്കാനാണ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലിന്റെയും മുഖ്യമന്ത്രി VD സതീശന്റെയും നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര നേതൃത്വം വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. സംഘടനയെ കൂടുതൽ ചടുലമാക്കാൻ ശേഷിയുള്ള അനുഭവ സമ്പന്നരായ നേതാക്കളുടെ പട്ടികയാണ് ചർച്ചകളിൽ ഉയർന്നു വരുന്നത്. മുതിർന്ന നേതാവ് കൊടിക്കുന്നിൽ സുരേഷിന്റെ സീനിയോറിറ്റിയും പാർട്ടിയിലെ അടിയുറച്ച പ്രവർത്തന പാരമ്പര്യവും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പരിഗണനയിലുണ്ട്. അതേസമയം യുവത്വത്തിനും സംഘടനാ മികവിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. സംഘടനാ തലത്തിൽ കൂടുതൽ ഉന്മേഷം കൊണ്ടുവരാൻ പോന്ന തികച്ചും ജനാധിപത്യപരമായ ചർച്ചകൾക്കാണ് AICC ആസ്ഥാനത്ത് തുടക്കമാവുന്നത്. പാർട്ടി പുനഃസംഘടനയും അധ്യക്ഷ നിയമനവും വേഗത്തിലാക്കി താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കാനാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഒരുപോലെ ആഗ്രഹിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന നിർണായക കൂടിക്കാഴ്ചകളിൽ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന രാഷ്ട്രീയത്തിലെയും ഭരണത്തിലെയും സമഗ്രമായ സാഹചര്യങ്ങൾ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തും. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി നടത്തുന്ന സമഗ്രമായ ആശയവിനിമയങ്ങൾക്ക് ശേഷമായിരിക്കും എല്ലാവർക്കും സ്വീകാര്യമായ അന്തിമ പ്രഖ്യാപനത്തിലേക്ക് പാർട്ടി എത്തുക. കേന്ദ്രമന്ത്രിമാരുമായുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്ക് പുറമെയാണ് മുഖ്യമന്ത്രി ഹൈക്കമാൻഡുമായി സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നയങ്ങൾക്ക് പാർട്ടി സംവിധാനത്തിൽ നിന്ന് പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുന്ന രീതിയിൽ തികച്ചും ഐക്യത്തോടെയും ഐക്യകണ്ഠേനയും പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് AICC വൃത്തങ്ങൾ നൽകുന്ന സൂചന.